ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ഇപ്പോഴും അറുതിയില്ല എന്ന് മാത്രമല്ല, അതിലൊരു എക്സിറ്റ് പ്ലാൻ എവിടെയും കാണുന്നില്ല. അതെവിടെ അവസാനിക്കും എന്ന് ഒരു പിടുത്തവുമില്ല. മറ്റന്നാൾ ഇറാനും അമേരിക്കയും ഒരുമിച്ചിരിക്കുന്നുണ്ട് ചർച്ച ചെയ്യാൻ എന്ന് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കൺഫേംഡ് ആയിട്ടുള്ള വിവരങ്ങൾ എവിടെ നിന്നും കിട്ടിയിട്ടുമില്ല. അതേസമയം ഹോർമുസ് ഇപ്പോഴും ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. അനുമതിയില്ലാതെ കപ്പലുകളൊന്നും കടത്തിവിടില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചൈന, ഞങ്ങൾക്കും ഇറാനും ഇടയിൽ കരാറുകളുണ്ട്, അത് പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാണ്, അതിനിടയിൽ മറ്റാരും ഇടപെടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കപ്പൽ കടന്നു പോവുകയും ചെയ്തു. അമേരിക്ക അതിൽ തൊടാൻ കഴിഞ്ഞുമില്ല. സത്യത്തിൽ ഈ വാർ ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി എന്തുമാത്രം ദുർഘടമാണ് എന്ന് വെച്ചാൽ, പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഇത് എന്തുമാത്രം ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ലോക്ക് ചെയ്യുന്നുണ്ട് എന്ന ക്വസ്റ്റ്യനാണ് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ജിമ്മി, എന്താണ് തോന്നുന്നത്? സത്യത്തിൽ ഇതിൻ്റെ ഒരു എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്ന സംഗതി ആർക്കും ഇല്ലാന്നൊരു പ്രശ്നമുണ്ടോ? അല്ല, എക്സിറ്റ് പ്ലാൻ ഉണ്ട്. എക്സിറ്റ് പ്ലാൻ ഇപ്പോൾ കുറച്ചുകൂടെ കൃത്യമാണ്. ഇറാൻ ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്, ഇറാൻ്റെ അലൈസിന് ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്, അമേരിക്കയ്ക്ക് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല എന്ന് വ്യക്തമായ ദിവസമാണെന്ന്. ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ഞങ്ങൾ ഹോർമൂസ് കടലെടുക്ക് ഞങ്ങളും അടയ്ക്കും എന്ന് പറഞ്ഞ ശേഷം ഒരൊറ്റ കപ്പലും ഹോർമൂസ് വഴി കടന്നു പോകില്ല. അപ്പോൾ അതെങ്ങനെ ശരിയാവുക? പിന്നെ അത് തിരുത്തി, ഇറാൻ പോർട്ടുകളെ തൊടുന്ന കപ്പലുകൾ ഞങ്ങൾ കടത്തിവിടില്ല, അങ്ങോട്ടേക്ക് വിടുകയുമില്ല എന്ന് പറഞ്ഞു. ആ പദ്ധതി ഇന്ന് പൊളിഞ്ഞ കാഴ്ചയാണ് കണ്ടത്. എത്ര വിദഗ്ധമായിട്ടും എത്ര ബുദ്ധിപരവുമായിട്ടാണ് ഇന്നത്തെ നീക്കം നടന്നതെന്ന് നോക്കണം. ആദ്യം ഈ വാർത്ത വന്നപ്പോൾ തെറ്റായിട്ടാണ് ആ വാർത്ത വന്നത്. അതായത് ഈ റിച്ച് ടാരി എന്ന് പറയുന്ന ചൈനീസ് കപ്പൽ കടന്നുപോയി എന്ന് പറഞ്ഞ ആ വാർത്ത തെറ്റായിരുന്നു. സത്യത്തിൽ അത് ഷാർജയിൽ പോർട്ടിൽ പോയ അവിടെ നിന്ന് മെത്തനോൾ, ഏതാണ്ട് കപ്പൽ നിറയെ മെത്തനോൾ മാത്രം കയറ്റിയിട്ട് വന്ന കപ്പലായിരുന്നു. ഇറാനുമായി അതിന് ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കപ്പലാണ് ഇറാനിൽ നിന്ന് വരുന്ന കപ്പലായി വാർത്ത വന്നത്. പക്ഷേ ആ കപ്പലിനൊരു കുഴപ്പമുണ്ട്. അത് മുമ്പ് അമേരിക്കയുടെ വിലക്കുകളെ മറികടന്ന് ഇറാനിലേക്ക് ചരക്കെത്തിച്ചത് വഴി അമേരിക്കയുടെ നിരോധനമുള്ള, അമേരിക്കയുടെ വിലക്കുള്ള കപ്പലാണ്, സാങ്ഷൻഡ് കപ്പലാണ്. അപ്പോൾ അങ്ങനെ ഒരു കപ്പൽ കടത്തി വിടാൻ ഒരു ശ്രമം, ഇതൊരു പൈലറ്റ് കപ്പലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല വിദഗ്ധരും പറയുന്നത്. ഇത് അമേരിക്ക എന്ത് ചെയ്യും ഒന്ന് കാണട്ടെ എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. ആ കപ്പൽ കടന്നുപോയി. അതിനുശേഷം 3 കപ്പലുകൾ കൂടി ഇപ്പോൾ ഹോർമൂസ് കടലുകൾക്ക് വഴി സ്പെസിഫിക് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ ഈ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ കപ്പലാണ് ഈ പ്രധാനമായിട്ടും അവിടുത്തെ തുറമുഖത്തിൽ നിന്ന് ചരക്കെടുത്തു വരുന്നത്. അതുപോലെ തന്നെ എലിപ്സ്, അത് ഇറാൻ്റെ മറ്റൊരു പോർട്ടിൽ നിന്ന് ചരക്കെടുത്ത് വന്നതാണ്. ഇത് കൂടാതെ ഹോർമൂസ് കടലിലേക്ക് കടന്ന് ഉള്ളിലേക്കൊരു കപ്പൽ പോയിട്ടുണ്ട്. അതിൻ്റെ പേര് മുരളി കൃഷ്ണൻ, പക്ഷേ ചൈനീസ് കപ്പലാണ് കേട്ടോ, ചൈനീസ് കൊടിയുള്ള കപ്പലാണ്. മുരളി കൃഷ്ണൻ എന്ന് പറഞ്ഞ കപ്പൽ പോയിട്ടുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല, ഇറാൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ നടന്നു. 3 കപ്പലുകൾ പുറത്തേക്ക്, 1 കപ്പൽ അകത്തേക്ക്. അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയ്ക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു എന്താ പറയുക, മേൽക്കൈ എന്ന് പറയാവുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അമേരിക്കയുടെ പടക്കപ്പൽ, 3 പടക്കപ്പലുകൾ, ഒരു പ്രധാനപ്പെട്ട പടക്കപ്പൽ ഇപ്പോൾ അവിടെ അവരുടെ സ്ട്രെയിറ്റിന് പുറത്ത് ഇറാന് 200 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട് കിടക്കുകയാണ്. വളരെ വലിയ 10,000 സ്റ്റാഫുള്ള, നാവികരുള്ള വളരെ വലിയ സംവിധാനമാണ്. ആ സംവിധാനം ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 2 കപ്പലുകൾ ഹോർമൂസ് സ്ട്രെയിറ്റ് കടന്ന് മുന്നോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. ഇതിനെ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ അവരെ ഭയപ്പെടുത്തി തിരിച്ചോടിച്ചു എന്ന് ഇറാൻ പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, അത് കടന്നു പോയിരുന്നു. അവർക്കെതിരെ ഒരു ഡ്രോൺ അയക്കുകയും ചെയ്തു. ആ ഡ്രോൺ അടിച്ച് താഴെ ഇട്ടു. പക്ഷേ അതൊരു എന്താ പറയുക, കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ മടിക്കില്ല എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ്. ചുരുക്കത്തിൽ സൈനിക കപ്പലുകളെ ഭീഷണിപ്പെടുത്തുക, അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കപ്പലുകൾ, ചരക്ക് കപ്പലുകൾക്ക് അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഉറപ്പൊന്നുമില്ലല്ലോ. അമേരിക്കയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇനി കടക്കാമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ഇറാൻ അടിക്കുമെന്ന ഒരു ഭീതി നിലനിർത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് പറയാം, ഞങ്ങൾ ഈ വിലക്കുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ 2 പടക്കപ്പലുകൾ ഹോർമൂസ് സ്ട്രെയിറ്റ് കടന്ന് അകത്ത് പോയിട്ട് തിരിച്ചു വന്നു. ഈ 2 രീതിയിലുണ്ട്. വിൻ വിൻ സിറ്റുവേഷനാണ് ആ കാര്യത്തിൽ. പക്ഷേ ഫലത്തിലെന്താ, അമേരിക്ക പറഞ്ഞിട്ടും കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇറാൻ പറയാത്ത ഒരൊറ്റ കപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അത് തന്നെയാണ് ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം 2ാം ദിവസം നടന്നിരിക്കുന്ന സാഹചര്യം. ഇതിൽ മേൽക്കൈ ആർക്കാണ്? വളരെ വ്യക്തമാണ്, ഇറാനാണ്. ഇറാനൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്. ഇതായിരിക്കും ഇനി ഹോർമൂസ് കടലിലേക്ക് നടക്കുക, ഇങ്ങനെ പോയാൽ മതി. എന്നാൽ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം അമേരിക്ക ഇറാനെ ആക്രമിച്ചോ? ഇല്ല. പകരം ഞങ്ങൾ ഹോർമൂസ് കടലിലേക്ക് ഞങ്ങളും തടയുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ തടയലിൻ്റെ കാര്യമാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇത് മാത്രമല്ല, പക്ഷേ എന്നാലും ഒന്നും ചെയ്തില്ല. അതിന് പകരം പറഞ്ഞത് സീസ് ഫയർ 22-ാം തീയതി വരെയുണ്ട്, ഞങ്ങൾ ഹോർമൂസ് കടലിലേക്ക് തടയുമെന്നുള്ളതായിരുന്നു. അത് നടന്നില്ലല്ലോ.
അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു പരിപാടിയും ട്രംപിൻ്റെ കയ്യിലില്ലെന്നാണ്. അതുകൊണ്ടാണ് വീണ്ടും ചർച്ച എന്ന് പറഞ്ഞിട്ട് നോക്കൂ, ഹോർമൂസ് കടലിലെ ബ്ലോക്കേഡ് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് തൊട്ട് പിന്നാലെ ചൈനയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഹോർമൂസ് കടൽ കടഞ്ഞിട്ടില്ല, ഞങ്ങൾ വരും പോകും എന്ന് പറഞ്ഞതിന് ശേഷമാണ് JD വാൻസിൻ്റെ പ്രസ്താവന വരുന്നത്. ചർച്ച സത്യത്തിൽ അത്ര മോശമായിരുന്നില്ല, ചില പോസിറ്റീവ് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് JD വാൻസ് പിന്നാലെ പറയുകയാണ്. അതിനുശേഷം ചർച്ച നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാ പിന്നോട്ട്? വ്യക്തമായും ക്ലിയറായിട്ടും അമേരിക്കയാണ്. ഒരൊറ്റ തോറ്റ ഒരാളേ ഉള്ളൂ, അത് ഡൊണാൾഡ് ട്രംപിൻ്റെ രാജ്യവുമാണ്. തിരിച്ചടിയാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തുള്ളത്, ഈ ചർച്ച നടന്നാലും നടന്നില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ ചൈനീസ് കപ്പലുകളെ തടയാനുള്ള ധൈര്യം അമേരിക്ക, ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചത്, അങ്ങനൊരു ധൈര്യം അമേരിക്ക കാണിക്കുമോ? കാണിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ടേബിളിലേക്ക് വരുമെന്ന് പറഞ്ഞു, അതെത്തി. പക്ഷേ അതുകൊണ്ട് നാളെ ഇത് തുടർന്നു കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് സായിപ്പിന് ഭ്രാന്തളായിട്ട് ചൈനീസ് കപ്പലുകൾ തടഞ്ഞാൽ അത് വേറൊരു സിനാരിയോ ആണ്. അല്ല, അങ്ങനെ ഇപ്പം ഈ ഇസ്രായേൽ ലോബിയിങ്ങിലൂടെയാണ് അമേരിക്ക ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള തിയറീസ് ഉണ്ടല്ലോ. സോ ചൈനീസ് കപ്പലുകളെ, റഷ്യൻ കപ്പലുകളെയൊക്കെ തടയുന്ന എന്ന അതിക്രിയയിലേക്ക് അമേരിക്ക എത്തിക്കുക, കോൺഫ്ലിക്റ്റ് കുറച്ച് വലുതാവുമ്പോൾ നാറ്റോ ഇറങ്ങാൻ നിർബന്ധിതമാവുക, അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു പ്ലാൻ ശരിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക കുറച്ച് കുടുങ്ങിയെന്ന് നമുക്ക് തോന്നുമ്പോഴും അങ്ങനെ ഉണ്ടോ? നാറ്റോയെ ഇറക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാറ്റോ ഇറങ്ങില്ല എന്ന് മാത്രമല്ല, യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ ഡിവൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോപ്പും ട്രംപും തമ്മിലുള്ള വാക്പോര് നമ്മളതിനെ ചെറുതായിട്ട് കണ്ടുകൂടാ. പോപ്പ് സംസാരിക്കുന്നത് യൂറോപ്പിന് വേണ്ടിയാണ്. യൂറോപ്പിന് വേണ്ടി അടുത്ത ദിവസം UK ഫ്രാൻസും ചേർന്ന് ഈ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതിനെക്കുറിച്ചുള്ളൊരു സമ്മിറ്റ് ഒരു കോച്ചെയർ ചെയ്യുകയാണ്. ഫ്രാൻസും UK ചേർന്ന് മാക്രോണൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തിനാണ് യൂറോപ്പിന് ഇത്ര ആവലാതി എന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഹിറ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിൽ മോട്ടോർ വേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സമരമാണ്, വണ്ടി പോകുന്നില്ല, ട്രാഫിക് ജാമാണ്. മോട്ടോർ വേയിൽ ഹൈവേ ആണ്. നോക്കുമ്പോൾ അവിടെ തൊഴിലാളി യൂണിയനുകളൊക്കെ ഇറങ്ങിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക. കാരണം എന്താ പറയുക, അവിടെ എന്തോ ഏതാണ്ട് നമ്മുടെ ഒരു 200 രൂപയുടെ അത്രയുണ്ട് ഒരു ലിറ്റർ പെട്രോൾ. അവിടെ വീണ്ടും വില വർദ്ധിപ്പിച്ചു. ആ വില വർധന തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആളുകൾ റോഡ് ബ്ലോക്ക് ചെയ്യണം, ഹൈവേ ബ്ലോക്ക് ചെയ്ത് സമരമാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അയർലൻഡ് മാത്രമല്ല, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് നേരിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിലേക്ക് അടയ്ക്കുന്നത് പ്രധാനമായും സാമ്പത്തികമായി ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. കാരണം റഷ്യൻ ഓയിൽ വാങ്ങാൻ പറ്റില്ല, നേരത്തെ തന്നെ ഉപരോധമുള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് വളരെ നിർണായകമാണ്. അവിടെയാണ് പോപ്പ് എന്ത് ചെയ്യുന്നത്, ട്രംപിനെ ഡയറക്റ്റ്, അമേരിക്കക്കാരനായിരിക്കെ തന്നെ ട്രംപിനെ ഡയറക്റ്റ് വിമർശിക്കുന്നത്. ട്രംപ് ഇന്നലെ എന്താ ചെയ്തത്, പോപ്പിനേക്കാൾ വലിയ യേശുക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തല്ലോ. ഈ നടക്കുന്ന റൈവലറി, ഒന്ന് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള റൈവലറി, അത് വലിയ ഒരു രാഷ്ട്രീയ എന്താ പറയുക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇന്ന് UK ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സിറ്റ് പ്ലാനും ഇല്ലാതെ അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഈ യുദ്ധം നമ്മൾ മീൻസ് യൂറോപ്പ് ഇതിലില്ല, നമ്മളല്ല തുടങ്ങിയത്, നമുക്കിതിലൊരു കാര്യവുമില്ല. ഒരു എക്സിറ്റ് പ്ലാനും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയാണ് ഈ പ്രശ്നം വഷളാക്കിയതെന്ന് വെച്ചാൽ, അമേരിക്കയെ ഈ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയോ ബ്ലോക്കോടോ ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. അമേരിക്ക ആവശ്യം പോലെ എണ്ണ അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി സർപ്ലസ് വേണമെങ്കിൽ വെനസ്വേലയിലും ഉണ്ട്, വിൽക്കണമെങ്കിൽ അതും എടുത്ത് വിൽക്കാം, ഇതും എടുത്ത് വിൽക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഗെയിം എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്നില്ല, അമേരിക്ക ബാധിക്കുന്നില്ല. മാത്രമല്ല അവർക്ക് എണ്ണ വിൽക്കാം, അവർക്ക് ആയുധം വിൽക്കാം, സാധ്യത കൂടി. അതായത് ഹോർമൂസ് വഴി എണ്ണ വന്നില്ലെങ്കിൽ വെനസ്വേലയിൽ എണ്ണ വിറ്റ് ഒരു കാശുണ്ടാകും, അമേരിക്കയിൽ എണ്ണ എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാകും. ഇത് ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. യൂറോപ്പ് ഇതിങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കില്ല. മുൻപ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്ക നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിൽ നാറ്റോ ഇല്ല എന്ന് പറയുന്നത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അപൂർവങ്ങളിൽ അപൂർവമാണ്. ബാക്കി എല്ലാ യുദ്ധങ്ങളിലും അധിനിവേശങ്ങളും ഉൾപ്പെടെ നാറ്റോയിലെ ഏതെങ്കിലും അംഗരാജ്യം, ഇപ്പോൾ അഫ്ഗാൻ അധിനിവേശം ബ്രിട്ടീഷുകാർ കൂടെ, UK കൂടെ ഉണ്ടായിരുന്നു. ഇറാഖ് അധിനിവേശത്തിൽ നാറ്റോ ഉണ്ടായിരുന്നു, ലിബിയയിലുണ്ടായിരുന്നു നാറ്റോ, സിറിയയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നാറ്റോ ഇല്ല, അമേരിക്ക ഒറ്റയ്ക്കാണ്. ഈ അമേരിക്ക സൈനികമായി ഒറ്റയ്ക്കാവുന്നത് വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും രാഷ്ട്രീയമായി അത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ചൈന ഇറങ്ങി കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ചൈന അങ്ങനെ ഒരു അഗ്രസീവ് മോഡിലല്ല അതിലിറങ്ങുന്നത്, കുറേ കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്. ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്കും പ്രശ്നമാണ്. ചൈനയുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാനാണ്. ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ചൈനയിലേക്കുള്ള എണ്ണ വരുന്നത്. ഇറാൻ അല്ലാത്തത് തന്നെയും ഹോർമൂസാണ്. അപ്പോൾ ചൈന ഇവിടെ ഡിപ്ലോമാറ്റിക്കലാണ് കളിക്കുന്നത്. ആ ഹോർമൂസ് ബ്ലോക്കേഡ് ഒഴിവാക്കുക, ഹോർമൂസ് തുറക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മറ്റൊന്ന് അല്ലാതെ ഇങ്ങനെ അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക എന്നുള്ള ചൈനയുടെ ഒരു വിദൂര സാധ്യത പോലുമല്ല. ചൈന അത് ആഗ്രഹിക്കുന്നേയില്ല. അന്ന് അമേരിക്കയുമായി ഒരു യുദ്ധം ചെയ്ത് കളയാം, ഒരു 3-ാം ലോകമഹായുദ്ധം തുടങ്ങിക്കളയാം, റഷ്യ എൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് ചൈന ഇറങ്ങി പുറപ്പെടില്ല. അതൊരു പ്രശ്നരമ്യമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇസ്രായേലാണ്.
ഇസ്രായേലാണ് ഈ യുദ്ധം അവസാനിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ലബനാൻ ഈ സീസ് ഫയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്, അതിന് തടസ്സമായി അത് മാറും. അതുകൊണ്ട് ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത്, ഈ സീസ് ഫയറിലെ ഏറ്റവും വലിയ തടസ്സം. അതർവൈസ് ഇപ്പോൾ നോക്കുക, പാകിസ്ഥാനിലെ ചർച്ച അലസി പിരിഞ്ഞത് ഏത് പോയിന്റിലാണ് കൊണ്ട് ലബനാൻ പോയിന്റ് തന്നെയാണ് അലസി പിരിയുന്നത്, വേറെ ഒരു പോയിന്റിലും അല്ല. എന്താണ് അതുപോലെ യുറേനിയം എൻറിച്ച്മെൻറ്റ്, അത് നേരത്തെ ഇറാൻ സമ്മതിക്കില്ല എന്ന് അമേരിക്ക അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ ചർച്ച അമേരിക്കയുടെ ആവശ്യമാണ്, ഇറാൻ്റെ അല്ല. ഇന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമുണ്ട്, ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡിലേക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാമെങ്കിൽ അമേരിക്കയുമായിട്ട് ഇനിയും ചർച്ച. അത് എപ്പോഴും ഒരു അപ്പർ ഹാൻഡിലാണ് ഇറാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് അമേരിക്കയുമായി സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുമായി സംസാരിച്ച പ്രശ്നം തീർക്കും എന്നല്ല പറയുന്നത്, ഈ പ്രശ്നം തീർക്കാൻ നീ എൻ്റെ ടേബിളിൽ വാ എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. ആ കോംപ്ലക്സിസിറ്റി ഉണ്ടാക്കുന്നത് ഒന്നിൽ പ്രധാന കാര്യം ട്രംപിൻ്റെ വ്യക്തിത്വമാണ്. ട്രംപ് എന്താണ് ചിന്തിക്കുന്നത്, ട്രംപ് ആരോടൊപ്പമാണ്, എന്തിനോടൊപ്പമാണ്, അമേരിക്കൻ താല്പര്യങ്ങളൊപ്പമാണോ അതല്ല ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളൊപ്പമാണോ, ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ കാര്യം, മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോവാണ്. ഈ മിഡ് ടൈം ഇലക്ഷനെ ഈ പറയുന്ന ഇറാൻ ക്രൈസിസ് ട്രംപിന് ഗുണപരമായാണോ ദോഷമായിട്ടാണോ സ്വാധീനിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിന് തിരിച്ചടി എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, യൂറോപ്പിൻ്റെ ഈ പറയുന്ന ഹോസ്റ്റിലിറ്റി ടുവാർഡ്സ് US, ആ മൂന്ന് കാര്യങ്ങളും ഈ പ്രശ്നത്തെ കൂടുതൽ എന്താണ് പറയുക, കുറേ കൂടി കോംപ്ലക്സ് ആക്കുകയാണ് ചെയ്യുന്നത്, പരിഹരിക്കാനല്ല ഉതകുക. ഇവിടെ അമേരിക്കയ്ക്ക് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, തൽക്കാലം എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്മാറുക, ഈ സീസ് ഫയർ നീട്ടിക്കൊണ്ടുപോകുക, പിന്മാറുക എന്നുള്ളത് ചെയ്യാവുന്നുള്ളൂ. അതർവൈസ് ജിമ്മി പറഞ്ഞതുപോലെ ഓൾറെഡി നാണം കെട്ടുന്ന US ഈ ഹോർമുസ് കടലിൻ്റെ ബ്ലോക്കേഡ് കാര്യത്തിൽ നാണം കെടാൻ പോവാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിലെ ഒരേ ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അത് മനസ്സിലാക്കി പിന്മാറുക, ഇസ്രായേലിന് വേണ്ടി നിൽക്കുക എന്നല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറം അവിടെ പോയിട്ട് ഒരു കോമാളി വേഷം കിട്ടുകയാണ്. അതായത് ഞങ്ങൾ കുറേ ഗുണ്ടകളെ കൂട്ടി വന്നിരിക്കുന്നു, കപ്പൽ തറഞ്ഞിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ അത് കണ്ട് പരാജയപ്പെടുകൂടി ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ആ മുദ്രാവാക്യത്തിന് അമേരിക്കൻ ജനങ്ങൾ വലിയ വില കൽപ്പിച്ചത്. അതുകൊണ്ടാണ് ട്രംപിന് രണ്ടാമത് തിരഞ്ഞെടുത്തത്. ആ വാക്യത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്തോ നാളെ ലോകം പിടിച്ചടക്കുക എന്നുള്ളതല്ല. അമേരിക്ക ഒരു 90-കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏക ധ്രുവ ലോകക്രമത്തിലേക്ക് വന്നതല്ല അമേരിക്കയെ ഗ്രേറ്റാക്കിയത്. അമേരിക്കയെ ഗ്രേറ്റാക്കിയത് സമാധാനപൂർണ്ണമായ വിട്ടുനിൽക്കൽ, അതായത് ഗ്ലോബൽ കോൺഫ്ലിക്റ്റിലൊക്കെ മാറി നിൽക്കുക. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം വരെ അമേരിക്ക, അതിനു മുമ്പ് അമേരിക്ക ഉണ്ടല്ലോ, അമേരിക്ക അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, ഒന്നാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കർക്ക് ഒരു റോളും ഇല്ല, അവർ കാഴ്ചക്കാരായിരുന്നു. മാറി നിൽക്കുക, അവനവൻ്റെ കാര്യം നോക്കുക, പ്രൊട്ടക്ഷനിസം എന്ന രീതിയിലുള്ള സാമ്പത്തികമോ സൈനികവുമായ ഒരു നിലപാടിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു അവർ. അതിലേക്ക് തിരികെ വരാനാണ് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. യുദ്ധം ചെയ്യാൻ പോകില്ലല്ല, യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, അവനവൻ്റെ കാര്യം നോക്കുക, അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇതാണ്. അപ്പോൾ ഇവിടെ അതിന് നേരെ ഉൾട്ടാ തിരിച്ചിട്ട് ട്രംപ് എന്തൊക്കെയോ രാഷ്ട്രീയ നേട്ടം നോക്കുകയാണ്. അത് ട്രംപ് ക്യാമ്പിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കൻ ജനത അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഈ പറയുന്ന മിഡ് ടൈം ഇലക്ഷനിൽ കൂടി വ്യക്തമാവും. അതുവരെ ഈ പ്രശ്നങ്ങൾ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനം എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ ട്രംപ് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. യെസ്, എന്തായാലും ഹോർമുസിൽ വന്ന അമേരിക്ക ഒരു കുടുക്കിലാണുള്ളത്. അവർക്ക് ഒരു പ്രോപ്പർ എക്സിറ്റ് പ്ലാൻ ഇപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന പ്രശ്നം വളരെ വിസിബിളാണ്.